ഈ ആരാധനയിലേക്ക് വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവ് പറയുന്നു, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ എൻ്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലും എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ ശക്തിയാലും ജ്ഞാനത്താലും സകലത്തെയും സൃഷ്ടിക്കുകയും ഞങ്ങളുടെ രക്ഷിതാവായിരിക്കാൻ നിന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിക്കുകയും ചെയ്ത പിതാവായ ദൈവമേ, നിനക്ക് സ്തുതി ഉണ്ടാകട്ടെ. പാവൊഴികെ സകലത്തിലും ഞങ്ങൾക്ക് തുല്യമായി തീർന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും ഞങ്ങളെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത പുത്രനായ ദൈവമേ, നിനക്ക് സ്തുതി ഉണ്ടാകട്ടെ. സകല സത്യത്തിലും ഞങ്ങളെ വഴി നടത്തുകയും ദൈവസ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകരുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, നിനക്ക് സ്തുതി ഉണ്ടാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ദൈവമേ, നിനക്ക് സകല മഹത്വവും സ്തുതിയും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുവൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നവനും മറ്റുള്ളവർക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടുകൂടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാബലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളേറ്റ് പറയുന്നുവെങ്കിൽ ദൈവം നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന പേര് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പാപങ്ങളേറ്റ് പറഞ്ഞ് ദൈവകൃപ അന്വേഷിക്കാം.
പ്രാർത്ഥിക്കാം. നാലാമത്തെ പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവമേ, വിചാരത്തിലും വാക്കിലും ക്രിയയിലുമുള്ള ഞങ്ങളെ കഠിന കുറ്റനിമിത്തം ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് തിരുമുമ്പാകേറ്റ് പറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ സകല പാപം ഞങ്ങളോട് ക്ഷമിച്ച് സകല ദോഷത്തിൽ ഞങ്ങളെ വിടുവിച്ച് സകലന്മേലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിത്യജീവങ്കിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. ആമേൻ. എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന സ്വഭാവവും ലക്ഷണമുള്ള ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകളെ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപച്ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നെങ്കിലും ഞങ്ങളുടെ മധ്യസ്ഥനും കാര്യസ്ഥനുമായ യേശുക്രിസ്തുവിന്റെ ബഹുമാനത്തിനായിട്ട് നിന്റെ മഹാകരുണയോടുകൂടിയ കനിവ് കൊണ്ട് ഞങ്ങളെ അഴിച്ചുവിടണമേ. ആമേൻ. ദൈവജന ശുശ്രൂഷ. കർത്താവിനെ സ്തുതിപ്പിൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. ഈ വിശുദ്ധ ദിവസത്തിലേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദപാഠം പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ശ്രവിപ്പിൻ. പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. എക്സോഡസ് ചാപ്റ്റർ 13 to 17 onwards. അവൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന്, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നെന്ന് പറയുമ്പോൾ അവന്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിപ്പാൻ ഞാൻ അവരോട് എന്തു പറയണമെന്ന് ചോദിച്ചു. അതിന് ദൈവം മോശയോട്, ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു, ഞാൻ ആകുന്നെന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണമെന്ന് കൽപ്പിച്ചു. ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ ഇസ്രായേൽ മക്കൾക്ക് ഇപ്രകാരം പറയണം, അബ്രഹാമിന്റെ ദൈവവും ഇസാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇത് എന്നേക്കും എന്റെ നാമവും തലമുറ തലമുറയെ എന്റെ ജ്ഞാപകവുമാകുന്നു. നീ ചെന്ന് ഇസ്രായേൽ മൂപ്പന്മാരെ കൂട്ടി അവരോട്, അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെ ദൈവമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എനിക്ക് പ്രത്യക്ഷനായി കൽപ്പിച്ചത്, ഞാൻ നിങ്ങളെയും മിസ്രയീമിൽ അവർ നിങ്ങളോട് ചെയ്യുന്നതിനെയും സന്ദർശിക്കുന്നു. മിസ്രയീമിലെ കഷ്ടതയിൽ നിന്ന് കനാന്യർ, ഹിത്യർ, ആമോര്യർ, പെരിസ്യർ, ഹിവിയർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്തേക്ക്, പാലും തേനും ഒഴുക്കുന്ന ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയുക. ഇവിടെ ഒന്നാം വേദപാഠം അവസാനിക്കുന്നു. 93-ാം സങ്കീർത്തനം വാക്യം പ്രതിവാക്യമായി വായിക്കാം. സാം 93. യഹോവ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. യഹോവ ബലം ധരിച്ച് അരയ്ക്ക് കെട്ടിയിരിക്കുന്നു, ഭൂലോകമിളകാതെ ഉറച്ചു നിൽക്കുന്നു. നിന്റെ സിംഹാസനം പുരാതനമേ സ്ഥിരമായിരിക്കുന്നു, നീ അനാദിയായുള്ളവൻ തന്നെ. യഹോവേ, പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു. സമുദ്രത്തിലെ മന്ദിരങ്ങളായ പെരുവെള്ളങ്ങളുടെ മുഴക്കത്തെക്കാളും ഉയരത്തിൽ യഹോവ മഹിമയുള്ളവൻ. ഇനി എല്ലാവരും ചേർന്ന് വായിക്കാം. നിന്റെ സാക്ഷ്യങ്ങൾ എത്രയും നിശ്ചയമുള്ളവ, യഹോവേ, വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠം അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. കൊലോസിയൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 15 to 23. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു.
അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനു മുമ്പേ ഉള്ളവൻ. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. അവനിൽ സർവ്വസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും, പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. ഇവിടെ രണ്ടാം പാഠം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 24 മുതൽ 29 വരെയുള്ള വചനങ്ങളെ കേൾപ്പിൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 29 വരെ. എന്നാൽ യേശു വന്നപ്പോൾ പന്തിരുവരായ ദിദിമോസ് എന്ന തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടുവെന്ന് പറഞ്ഞാരെ. ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്ക എന്ന് പറഞ്ഞു. തോമസ് അവനോട്, എന്റെ കർത്താവും എന്റെ ദൈവമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞു. ഇങ്ങനെ പാഠം കഴിയുന്നു. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രത്യേക പ്രാർത്ഥനകൾ. ബർത്ത്ഡേസ് ആൻഡ് വെഡിങ് ആനിവേഴ്സറീസ്. റെനി ജോസഫ് 19th March, Jacob C. Abraham 19th March, Nesia Ann Jacob 26th March, Annie Benny 30th March, Sony C. George 31st March, Ashish Yeshudas 2nd April, A. Satyadevan 3 April, Prasad 4th April, Melvin Sam Thomas 5th April, Joel Dinesh 8th April, Albert Mohan Raj 11th April, Bobby Stella Woman 14th April, Shiny Philip 17th April, Jonah Ann Malayil 19th April. Wedding anniversary A. Satyadevan and Padmavati 27th March. ഈ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രം അർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് 1 വർഷം കൂടെ സർവശക്തിയുള്ള ദൈവം ദാനം ചെയ്തതിനായി സ്തോത്രം. കഴിഞ്ഞകാല ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും സർവശക്തന്റെ കൃപയും അനുഗ്രഹവും വലുതായി ഇരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പുതിയ വർഷത്തിൽ പുതിയ ചിന്തയോടും പുതിയ അനുഗ്രഹത്തോടും കൂടി ജീവിപ്പാൻ അവിടുത്തെ മക്കളെ സഹായിക്കണമേ. ദീർഘായുസ് കൊണ്ട് അവിടുത്തെ മക്കളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങളും കൂടെ അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, വിവാഹ വാർഷികത്തിൽ
പ്രവേശിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട സത്യനെയും അവന്റെ സഹധർമ്മിണി പത്മാവതിയെയും ഓർക്കുന്നു. ഇരുവരെയും അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യണമേ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. വിവിധ ആവശ്യങ്ങളിരിക്കുന്നവരോ ഓർക്കുന്നു, രോഗങ്ങളിലും പ്രയാസങ്ങളിലും ഇരിക്കുന്നവരോ ഓർക്കുന്നു. കർത്താവേ, എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിന്റെ സ്പർശനം നൽകി അവിടുത്തെ മക്കളെ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടുകൂടി കേൾക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലയുടെ വിളക്ക്. കർത്താവേ, ഈ കഷ്ടങ്ങളുടെ നന്മ കൂടി പോകുന്ന സമയത്ത് ദൈവമേ, ഇങ്ങനെ ഒരു ഒത്തൊരുമയ്ക്കായി ഞങ്ങൾക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ഞായറാഴ്ചത്തെ പകൽക്കാലം കർത്താവെ, അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ പല സ്ഥലങ്ങളിലായിരുന്നു അങ്ങയുടെ പ്രഭാതത്തിൽ വണങ്ങുന്നു. കർത്താവേ, ദൈവമേ, അവിടുത്തെ മുഖത്തേക്ക് നോക്കിയത് ആരും ലജ്ജിച്ചു പോയിട്ടുണ്ടെങ്കിൽ അറിയുന്നു. കർത്താവേ, ഞങ്ങളുടെ മുഖത്തെ ദൈവമേ ഒന്ന് മാനിക്കണമേ. കർത്താവേ, ദൈവമേ, ലോകത്തുനിന്ന് ഈ മഹാമാരിയെ കർത്താവെ അവിടുന്ന് പിടിച്ചു നിൽക്കണമേ. കർത്താവേ, ദൈവമേ, ലോകത്ത് സമാധാനത്തിന് നൽകണമേ. കർത്താവേ, ദൈവമേ, അവിടുന്ന് സകലതും അറിയുന്നതിനാകയാൽ നന്ദിയോട് സ്തോത്രം. കർത്താവേ, അവിടുന്ന് കൂടിയിരിക്കണമേ. കർത്താവേ, രോഗത്താൽ വലയുന്നവരോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, അവരെ ശുശ്രൂഷിക്കുന്നവരെ പ്രത്യേകമായി തൃക്കരങ്ങളെ സമർപ്പിക്കുന്നു. ദൈവമേ, ഡോക്ടർമാരെയും നഴ്സുമാരെയും കർത്താവെ, അതിനായി പലരും കഷ്ടപ്പെടുന്നുണ്ട്. കർത്താവെ, ദൈവമേ, അവരെയൊക്കെയും അവിടുത്തെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ദൈവമേ, ലോകത്തെയൊക്കെയും അവിടുത്തെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ദൈവമേ, അവിടുന്ന് സമാധാനത്തെ നൽകുന്നു. കർത്താവെ, ദൈവമേ, എൻ്റെ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കൂട്ടായ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, പലവിധ പ്രയാസങ്ങളാൽ വലയുന്നവരുണ്ട്. ദൈവമേ, രോഗത്താലും കർത്താവെ, വേറെ രോഗത്താലും കർത്താവെ, ഒരു ആശുപത്രിയിൽ പോകാൻ കഴിയാതെയും ദൈവമേ ഒറ്റയ്ക്കായി കഴിയുന്നവരും അനാഥനും വിധവമാരും ഒക്കെ ഉള്ളതെന്ന് പറയുന്ന പ്രായാധിക്യത്തിലായിരിക്കുന്നവരോട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭയിൽ തന്നെ പ്രായത്തിലായിരിക്കുന്നവരോട്ട് ഒറ്റയ്ക്ക് കഴിയുന്നവരോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ദൈവമേ, രോഗക്കിടക്കയിലായിരിക്കുന്ന പതിയാൻ്റെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, സൗഖ്യത്തിനാണ് ദൈവമേ, മേരിക്കുട്ടിയെയും കർത്താവെ, നിമ്മാൻ്റെയും കർത്താവെ, ഗ്രേസ് ആൻ്റെയും ദൈവമേ, പലവിധ ക്ഷീണങ്ങളാലും പ്രയാസങ്ങളാലും വേറെ പലരും ഉണ്ടെന്ന് കർത്താവെയൊക്കെയും അവിടുത്തെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അവിടുന്ന് സൗഖ്യത്തെ നൽകുന്നതിനായാൽ നന്ദിയോട് സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ നടത്തി ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കൃപയിലും സമാധാനത്തിലും നടത്തുന്നതിനാൽ അവിടുത്തെ നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ സകല ആവശ്യങ്ങളും സമർപ്പിക്കുന്നു. ഓരോ അപേക്ഷയുടെയും പിന്നാലെ കർത്താവെ, കരുണയുണ്ടാകണമേ എന്ന് മേലിലുള്ള സമാധാനത്തിന് വേണ്ടിയും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ, കരുണയുണ്ടാകണമേ. ലോക സമാധാനത്തിന് വേണ്ടിയും ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിന് വേണ്ടിയും സകല മനുഷ്യരുടെയും ഐക്യത്തിന് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ, കരുണയുണ്ടാകണമേ. സഭാമേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടിയും വിശേഷാൽ നമ്മുടെ മോഡറേറ്റർക്ക് വേണ്ടിയും നമ്മുടെ ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും മർത്തോമാ സഭയുടെ മെത്രാപ്പോലിത്തയ്ക്ക് വേണ്ടിയും നമ്മുടെ ബിഷപ്പിന് വേണ്ടിയും അവർ ശുദ്ധ ഹൃദയത്തോടും നല്ല മനസ്സാക്ഷിയോടും ഞങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുണ്ടാകണമേ. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കും വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുണ്ടാകണമേ. രോഗികൾക്ക് വേണ്ടിയും കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയും ദുഃഖിതർക്കും മരിക്കാറായവർക്കും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുണ്ടാകണമേ. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡ അനുഭവിക്കുന്നവർക്കും വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുണ്ടാകണമേ. അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവരുടെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നമുക്ക് വേണ്ടിയും ക്രിസ്തുവിന്റെ നാമം ഏറ്റുപറയുന്ന എല്ലാവർക്കും വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുണ്ടാകണമേ. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് ഇപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവഭൃത്തന്മാരോട് കൂടെ തന്റെ അന്തമില്ലാത്ത സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുണ്ടാകണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. വചനം ജലമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി മനുഷ്യരുടെ ഇടയിൽ പാർത്താൻ ഞങ്ങളുടെ കർത്താവേ, അടിയന്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിലെ ചിന്തകളും അങ്ങേക്ക് ഇഷ്ടകരമായിരിക്കാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഈ മനോഹരമായ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം എല്ലാവരും വിവിധ ഇടങ്ങളിലാണെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നാം പ്രാർത്ഥനയിലൂടെ ഒരുമിച്ചിരിക്കുന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായ വിഷയം ദൈവത്തെ കർത്താവും ദൈവവുമായി അംഗീകരിക്കുക എന്നുള്ളതാണ്. നാം പാഠമായിട്ട് വായിച്ചു കേട്ട വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തെ 20-ാം അധ്യായത്തെ ആധാരമാക്കി തോമസ് എന്ന ആ കഥാപാത്രത്തെ മുൻനിർത്തി ചില ചിന്തകൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടി എല്ലാവരും ഈ ദൈവവചനം സ്വീകരിക്കണമേ, ധ്യാനിക്കണമേ, ചിന്തിക്കണമേ എന്നൊരു അപേക്ഷ ഇത്തരണത്തിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 29-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞു. Have you believed because you have seen me? Blessed are those who have not seen and yet have believed. വളരെ ദീർഘമായ വിവരണങ്ങളോ അനുഭവങ്ങളോ സമവീക്ഷണ സുവിശേഷത്തിൽ രേഖപ്പെടുത്താത്ത ഒരു ശിഷ്യനാണ് തോമസ്. ശിഷ്യന്മാരുടെ പട്ടികയിൽ തോമസ് എന്ന പേര് മാത്രം ഈ എഴുത്തുകാർ രേഖപ്പെടുത്തുന്നു. അതായത് മത്തായി, മാർക്കോസ്, ലൂക്കോസ്. എന്നാൽ യോഹന്നാൻ സുവിശേഷകൻ തോമസിനെ ദിദിമോസ് എന്ന തോമസ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 16-ാം വാക്യം, 20, 24, 21-ന്റെ 2 ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ദിദിമോസ് എന്ന തോമസിനെ കുറിച്ച് നാം കാണുന്നു. തോമസ് എന്നത് ഒരു ആരാമ്യ പദവും ദിദിമോസ് എന്നത് ഗ്രീക്ക് പദവുമാണ്. രണ്ടിന്റെയും അർത്ഥം ഇരട്ട പിറന്നവൻ എന്നാണ്, അല്ലാതെ ഇരട്ട സ്വഭാവമുള്ളവൻ എന്നല്ല. സഭാപിതാക്കന്മാർ പറയുന്നത് തോമസ് ഈസ് ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് ക്രിസ്ത്യാനിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ക്രിസ്തുമതം വ്യാപിക്കുന്നതിന് കാരണമായി തീർന്ന ഒരു വ്യക്തിത്വമാണ് യേശുക്രിസ്തുവിന്റെ ശിഷ്യനായ തോമസ്. ഇതിനെക്കുറിച്ച് പല പാരമ്പര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരുപക്ഷെ ഇന്റർനെറ്റിലൂടെ നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ വസ്തുതകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. ഈ ഒരു പ്രസംഗത്തിൽ അത് പങ്കുവയ്ക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ തോമസിനെ കുറിച്ച് പലതരത്തിലുള്ള ചിന്തകളുണ്ട്. നാം ഈ ചിന്തകൾക്കായി ഒരു ആത്മപരിശോധന കൂടെ നടത്തുന്നത് ഉചിതമായിരിക്കുമെന്ന് ചിന്തിക്കുന്നു. തോമസിനെ കുറിച്ച് കാര്യങ്ങൾ വ്യക്തമായി അറിയാതെ അദ്ദേഹത്തെ സംശയക്കാരനെന്നും ദോഷൈകതർക്കെന്നും അവിശ്വാസിയെന്നും ഇരട്ട സ്വഭാവമുള്ളവനും എന്നൊക്കെ പലരും പറയാറുണ്ട്. ഇത് ശരിയാണോ? ചില ആളുകൾ പറയുന്നു ഹീസ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് മോഡേൺ സയന്റിഫിക് ഏജ്. ഇന്നത്തെ ശാസ്ത്രീയ യുഗത്തിന്റെ ശരിയായ വീക്ഷണം തോമസ്
ചിന്തിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സഭയ്ക്ക് നൽകി എന്ന് പറയുന്നവരുണ്ട്. വ്യക്തമായി അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ആശയങ്ങൾ ഉറച്ചവൻ, ചഞ്ചലവും ഭയവും ഇല്ലാത്തവൻ, കാര്യങ്ങൾ സങ്കോചം കൂടാതെ വെട്ടിത്തുറന്ന് പറയുന്നവൻ, ബുദ്ധിക്കും പ്രകൃതിക്കും നിരക്കാത്തത് നിഷേധിക്കുന്നവൻ, വസ്തുതയും വാസ്തവവും മനസ്സിലാക്കിയാൽ അത് പരസ്യമായി ഗ്രഹിച്ചാൽ ഉടനെ അത് അംഗീകരിക്കുകയും തിരുത്തുവാൻ ധൈര്യം കാണിക്കുകയും ചെയ്യുന്നവനൊക്കെ എന്ന് ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ഒരുപക്ഷെ ഇത്തരത്തിലുള്ളവർ സഭയിലും സമൂഹത്തിലും ധാരാളമായി നാം കാണുന്നു. അങ്ങനെയുള്ളവർ ഒറ്റപ്പെടുകയും ഒരുപക്ഷെ അവർ ദൈവവിരോധികളായിട്ടും സാമൂഹ്യ വിരോധികളായിട്ടും മാറുകയും ചെയ്യുന്നു. ഇന്നത്തെ പാഠഭാഗത്ത് ഒന്നും നമ്മൾ ധ്യാനിക്കുന്നതിന് മുമ്പേ മേലുദ്ധരിച്ച തോമസിനെ കുറിച്ചുള്ള വസ്തുതകൾ ശരിയാണോ തെറ്റാണോ എന്ന് വേദപുസ്തക അടിസ്ഥാനത്തിൽ ഒരു പഠനം നടത്തുന്നത്, ചിന്തിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് നാം മനസ്സിലാക്കുന്നു. പ്രധാനപ്പെട്ട 3 ചിന്തകളാണ് ഈ തോമസിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ 2 ഉയർപ്പിന് മുൻപുള്ളതും 1 ഉയർപ്പിന് ശേഷമുള്ളതും. അതായത് ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗം, അതാണ് ഉയർപ്പിന് ശേഷമുള്ളത്. ആദ്യമായിട്ട് തോമസിനെ കുറിച്ച് നാം ഗ്രഹിക്കുന്നത്, തോമസ് ആസ് എ മാൻ ഓഫ് കറേജ്, ഒരു ധൈര്യവാനായ വ്യക്തിത്വം തോമസിനുണ്ടായിരുന്നു. തോമസ് ധൈര്യശാലിയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 16-ാം വാക്യം, അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, സോ തോമസ് called the twin said to the fellow disciples, let us also go that we may die with him. അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാം. 10-ാം അധ്യായം 36-ാം വാക്യം പറയുന്നതനുസരിച്ച് യേശു ദൈവപുത്രൻ എന്ന പ്രസ്താവന, ഈ പ്രസ്താവന നിമിത്തം യഹൂദന്മാർക്ക് കോപമുണ്ടാകുകയും യേശുവിനെ കല്ലെറിഞ്ഞ് കൊല്ലുവാനായി അവർ ഒരുമ്പിടുകയും ചെയ്യുന്നതായിട്ട് നാം വായിക്കുന്നു. അപകടം നിറഞ്ഞ സാഹചര്യത്തിൽ യേശു യെരുശലേമിൽ നിന്ന് മാറി യോർദാൻ അക്കരെയുള്ള ഐനോനിൽ യോഹന്നാൻ സ്നാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് മാറി താമസിച്ചു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 40-ാം വാക്യം. ഇങ്ങനെ ഇരിക്കെ മാർത്തയും മറിയയും അയച്ച ചില സ്നേഹിതന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് യേശുവിന്റെ രോഗവിവരം അറിയിക്കുന്നു. വാർത്ത കേട്ടതിന് ശേഷം യേശു 2 ദിവസം വീണ്ടും അവിടെ താമസിക്കുന്നു. ഈ അവസരത്തിൽ ലാസർ മരിച്ചു. ലാസറിന്റെ മരണത്തെക്കുറിച്ച് യേശുക്രിസ്തു ശിഷ്യന്മാരുമായി സംസാരിക്കുന്നു. ഈ മരണം നിദ്രയാണെന്നും യേശു പറയുന്നു. ശിഷ്യന്മാർ പറയുന്നു നിദ്രയാണെങ്കിൽ ഉയർക്കും, ഉണരും, സുഖം വരും എന്നും അവർ ചിന്തിക്കുന്നു. എന്നാൽ ലാസർ മരിച്ച സാഹചര്യത്തിൽ യേശുവിന് ആ സ്ഥലത്ത് പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അവിടെ പോകണമെന്നുള്ള ആഗ്രഹം യേശു പ്രകടിപ്പിച്ചപ്പോൾ മറ്റുള്ള ശിഷ്യന്മാർ യേശുവിന്റെ യാത്രയെ തടസ്സപ്പെടുത്തി. യഹൂദന്മാരിൽ നിന്നുണ്ടായ അനുഭവത്തെ യേശു ക്രിസ്തുവിന്റെ ഓർമ്മപ്പെടുത്തുന്നു. ഈ സാഹചര്യത്തിൽ തോമസ് മറ്റ് ശിഷ്യന്മാരോട് പറയുന്നു, 11-ാം അധ്യായം 16-ാം വാക്യം, ദിദിമോസ് എന്നു പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് അവനോടുകൂടി മരിക്കേണ്ടതിന് നാമും പോകാം എന്ന് പറഞ്ഞു. ഒരു ഭീഷണിയുടെ സാഹചര്യത്തിൽ, കഷ്ടകാലത്ത്, ഒരു പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ മറ്റ് ശിഷ്യന്മാർക്ക് ഭയവും സംശയവും കൊണ്ട് നിറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ യാത്രയ്ക്ക് അവർ നിരുത്സാഹമായി മാറുമ്പോൾ വളരെ ധൈര്യത്തോടുകൂടി, വളരെ ആർജവത്തോടുകൂടി തോമസ് പറയുകയാണ്, അവനോടുകൂടി മരിക്കേണ്ടതിന് നാമും പോകാം.
ഇതുപോലെ ഏത് ശിഷ്യന്മാർ പറഞ്ഞു? ആർക്ക് പറയാൻ കഴിയും? വാളെടുത്ത് പോരാടും എന്ന് പറഞ്ഞ പത്രോസിന്റെ അവസ്ഥ എന്തായെന്നൊക്കെ നമുക്ക് ദൈവവചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ധൈര്യമുള്ള ഒരു ശിഷ്യൻ, തൻ്റെ ഇടമുള്ള ഒരു ശിഷ്യൻ, പ്രതിസന്ധിയിൽ കൂടെ നിൽക്കുന്ന ഒരു ശിഷ്യൻ. ആ ഒരു വ്യക്തിത്വമാണ് തോമസ് എന്ന് നമുക്ക് വിലയിരുത്താൻ. രണ്ടാമത്തെ അനുഭവം എന്ന് പറയുന്നത്, he was bold to ask questions directly to clarify his confusion. ധൈര്യമായി ചോദ്യങ്ങൾ ചോദിച്ച് സംശയ നിവാരണം വരുത്തുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിത്വം. ഒരു ഇടനിലക്കാരന്റെ ആവശ്യം അദ്ദേഹത്തിനില്ലായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു പറയുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്തേക്ക് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തു. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. 5-ാം വാക്യത്തിൽ തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. 13-ാം അധ്യായം നാം പഠിക്കുമ്പോൾ യേശു അന്ത്യ അത്താഴവും കഴിച്ച്, നമുക്കറിയാം, പാദം കഴുകൽ ശുശ്രൂഷയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ശിഷ്യന്മാരുമായിട്ട് യേശുക്രിസ്തുവിന്റെ അന്ത്യ വാക്കുകളെ സംസാരിക്കുകയാണ്. മരണത്തിന് മുമ്പായിട്ട് ശിഷ്യന്മാരെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കുവാനാ ശ്രമിക്കുന്നു. അതിന്റെ മധ്യത്തിൽ അവർക്ക് ഭയവും സംശയവും ഒക്കെ ഉണ്ടായെങ്കിലും അനേക പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പല കാര്യങ്ങളെ കുറിച്ച് യേശു അവരെ ബോധവൽക്കരിക്കുവാനായി ശ്രമിക്കുന്നു. 36-ാം വാക്യത്തിൽ ശീമോൻ പത്രോസ് പറയുന്നു, അതായത് 13-ാം അധ്യായത്തിന്റെ 36-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവേ, നീ എവിടെ പോകുന്നു? യേശു പറയുന്നു, ഞാൻ പോകുന്നിടത്തേക്ക് നിനക്കിപ്പോൾ അനുഗമിക്കാൻ കഴിയയില്ല. പത്രോസ് പറയുന്നു, ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വച്ചു കളയും. യേശു പറയുന്നു, നിന്റെ ജീവനെ എനിക്ക് വേണ്ടി വച്ചു കളയുമോ? ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ 3 പ്രാവശ്യം എന്നെ തള്ളി പറയുവോളം കോഴി കൂവുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ യേശു എവിടെ പോകുന്നുവെന്ന് അവരെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഈ ഡയലോഗ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ശിഷ്യന്മാരുടെ മനസ്സിൽ ആ ചിന്തയെക്കുറിച്ച് ശരിക്കുള്ള ഒരു അവബോധം ഉണ്ടായില്ല. വീണ്ടും അവരെ ശരിക്ക് മനസ്സിലാക്കിക്കുവാനായിട്ട് യേശു ക്രിസ്തു ശ്രമിക്കുമ്പോഴാണ് തോമസിന്റെ ഈ ചോദ്യം. കർത്താവേ, തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നുവെന്ന് ഞാൻ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. തനിക്ക് സംശയമുള്ള കാര്യങ്ങൾ അതിന്റെ വ്യക്തത വരുത്താനായി തോമസ് ശ്രമിക്കുന്നു. എന്നാൽ തോമസ് ഇവിടെ വളരെ അലർട്ടാണ്. ശ്രദ്ധാപൂർവം സംശയത്തെ ദൂരീകരിക്കാനായിട്ട് അദ്ദേഹം ബന്ധപ്പെടുന്നു. ലോർഡ്, we do not know where you are going. How can we know the way? നീ എവിടെ പോകുന്നു ഞങ്ങൾക്ക് അറിയാൻ പാടില്ല, പിന്നെ ഞങ്ങൾക്ക് വഴി എങ്ങനെ അറിയും? യേശു അതിന് ഉത്തരം പറഞ്ഞു, I am the way and the truth and the life. ഞാനാണ് വഴിയെന്ന് പഠിപ്പിച്ചു. ഈ ഉത്തരം ഇന്നത്തെ സഭയ്ക്കും പിന്നീടുള്ള യേശു ക്രിസ്തുവിനെ പിന്തുടരുന്ന വിശ്വാസികൾക്കും വ്യക്തമായി വഴി എന്താണെന്ന് മനസ്സിലാക്കാനായി സഹായിച്ച ഒരു ചോദ്യവും അതിന്റെ ശരിയായ ഉത്തരം യേശുവിലൂടെ ലഭിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു ഉത്തരം തോമസിന്റെ ചോദ്യത്തിലൂടെ ലഭിച്ചതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയും. യേശു ആ മൊഴിയിൽ 3 കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ലൈഫ്. ഈ 3 കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത യേശുക്രിസ്തുവിന്റെ 7 സെൽഫ് ഡിക്ലറേഷൻ, യേശുവിന്റെ സ്വയം പ്രഖ്യാപനം, അത് 3 ഈ
തോമസുമായിട്ടുള്ള സംഭാഷണത്തിൽ യേശുക്രിസ്തു പങ്കുവച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നാം എല്ലാം അറിയുന്നതാണ് യേശുക്രിസ്തുവിന്റെ സെൽഫ് ഡിക്ലറേഷൻസ്. ഞാൻ പ്രകാശമാണ്, ഞാൻ അപ്പമാണ്, ഞാൻ നല്ല ഇടയനാണ്, ഞാൻ തന്നെ സത്യമാണ്, ഞാൻ വഴിയാണ്, ഞാൻ മുന്തിരിവള്ളിയാണ്, ഞാൻ പുനരുത്ഥാനമാണ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സംഗതികൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ പങ്കുവച്ചിരിക്കുന്നു. അതിൽ തോമസ് വഹിച്ച പങ്ക് വളരെ പ്രധാനമാണ്. നമുക്ക് തോമസിനെ മാറ്റി നിർത്താൻ സാധിക്കും. ഒരു അവിശ്വാസിയാണ്, ഒരു നിരീശ്വരനാണ് എന്നൊക്കെ പറഞ്ഞ് തോമസിനെ മാറ്റി നിർത്താൻ സാധിക്കുമോ? തോമസിനെ ഓർത്ത് നമ്മുടെ ദൈവത്തിന് സ്തോത്രം പറയാം. ഏറ്റവും ഒടുവിലായി ഇന്നത്തെ വേദഭാഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുക. ഇന്നത്തെ വിഷയവും ദ ഡിക്ലറേഷൻ ഓഫ് ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം എന്നുള്ളതാണ്. ഉയരത്തെ യേശു ആദ്യം പ്രത്യക്ഷനായപ്പോൾ ദിദിമോസ് എന്ന തോമസ് ഇല്ലായിരുന്നു. യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെക്കുറിച്ച് തന്റെ സഹശിഷ്യന്മാർ തോമസിനോട് അറിയിച്ചു. തോമസ് പുറത്തു പോയിരുന്നത് കൊണ്ട് പുറമേയുള്ള സംഭവങ്ങളെക്കുറിച്ച് കൂടുതൽ ഗ്രഹിക്കാനോ മനസ്സിലാക്കാനോ തോമസിന് സാധിച്ചു. എന്നാൽ തോമസ് തിരിച്ചെത്തിയപ്പോൾ വസ്തുത മനസ്സിലാക്കിയ തോമസ് ഈ അറിവുകൾ കൊണ്ടൊന്നും യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ച് വിശ്വസിക്കാനായിട്ട് കഴിയുകയില്ല എന്നുള്ള യുക്തിസഹജമായ വാദം അദ്ദേഹം ഉയർത്തി. അതുകൊണ്ട് തോമസ് പറഞ്ഞു, അവന്റെ ആണിപ്പഴുതെനിക്ക് കാണണം, ആണിപ്പഴുതിൽ വിരലിടണം, അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 20-ാം അധ്യായം 25-ാം വാക്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8 ദിവസം കഴിഞ്ഞ് യേശു വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അവരോട് സമാധാനം എന്ന് പറഞ്ഞു. മറ്റൊന്നും ചോദിക്കാതെ തോമസിനോട് യേശു, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് യേശു പറയുകയുണ്ടായി. തോമസ് കൈയിടാനോ പരിശോധിക്കുവാനോ തുനിഞ്ഞില്ല. വാസ്തവം മനസ്സിലാക്കിയപ്പോ തോമസ് യേശുവിനോട് മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്, എന്റെ കർത്താവും ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വസ്തുതകൾ മനസ്സിലാക്കിയാൽ, കാര്യം മനസ്സിലാക്കിയാൽ ആ അവസരത്തിൽ തന്നെ യാതൊരു സങ്കോചവും കൂടാതെ വസ്തുതയെ അംഗീകരിക്കാനുള്ള ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ് തോമസ് എന്ന് നാം ദൈവത്തിന്റെ വചനത്തിലൂടെ ഗ്രഹിക്കുന്നു. ധാരാളം ഡിക്ലറേഷൻസ്, വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ മറ്റു ഭാഗങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, ഇസ്രായേലിന്റെ രാജാവ്, യഹൂദന്മാരുടെ രാജാവ്, ലോകത്തിന്റെ രാജാവ്, ദൈവത്തിന്റെ പുത്രൻ, മനുഷ്യപുത്രൻ, മശിക, ക്രിസ്തു, റബി, കർത്താവ്, പ്രവാചകൻ, ഇങ്ങനെയുള്ള ധാരാളം ഡിക്ലറേഷൻസ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പല സമയത്തായി പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ തോമസ് പറഞ്ഞ ഡിക്ലറേഷനോട് തുല്യമായിട്ട് മുൻകാലങ്ങളിലോ പിൽക്കാലത്തോ ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. എന്റെ കർത്താവും എന്റെ ദൈവമായുള്ളോ എന്ന ആ പ്രഖ്യാപനം സഭയുടെ, ഇന്നത്തെ സഭയുടെ വരുംകാലത്തെ അനുഭവത്തിന്റെ ഒരു സ്ഥിര പ്രഖ്യാപനമായി, ഒരു മേൽ പ്രഖ്യാപനമായി നിലകൊള്ളുന്നു. ഈ തോമസിലൂടെ ഉണ്ടായ ഇങ്ങനെയുള്ള ഒരു മഹനീയമായ പ്രഖ്യാപനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയും. ചില എഴുത്തുകാർ പറയുന്നത്, he had 2 great virtues. He never lacked courage.
He was a man of uncompromising honesty. ഒട്ടും കുറയാത്ത ധൈര്യം, ആരോടും ചേർത്ത് വയ്ക്കാനാകാത്ത സത്യസന്ധത, ഇതിൻ്റെയൊക്കെ ഉടമയാണ് തോമസ്. യേശുക്രിസ്തുവിനെ സ്വന്തമായി മനസ്സിലാക്കുവാൻ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളുമായി യോജിക്കാതെ തനിക്ക് യുക്തിക്ക് നിരക്കുന്ന ചിന്തകളെ നെഞ്ചോടണച്ചുകൊണ്ട് വസ്തുതകൾ മനസ്സിലാക്കുമ്പോൾ അതിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കാനുള്ള ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയായ തോമസ് പല കാര്യം കൊണ്ടും സഭയ്ക്കും നമുക്കും ഒരു മാർഗരേഖയാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഈ തോമസിന്റെ അനുഭവത്തിലൂടെയാണ് യോഹന്നാന്റെ സുവിശേഷ രചനയുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത്. വചനം ജഡമായി തീർന്നു എന്ന ആ ഒരു ചിന്തയിൽ ആരംഭിച്ച് പിതാവിന്റെ പുത്രനാണ് ക്രിസ്തു എന്ന ചിന്തയിൽ വളർന്ന് ഏകജാതനായ പുത്രൻ എന്നുള്ള ചിന്ത ജനത്തിന്റെ മനസ്സിൽ പതിഞ്ഞു. പിതാവും പുത്രനും സമത്വമുള്ള ദൈവമാണ് എന്ന് ജനത്തെ മനസ്സിലാക്കിക്കുവാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ ഒടുവിലായി മനുഷ്യപുത്രനെ ഉയർത്തുന്ന അനുഭവത്തിലൂടെ സഞ്ചരിച്ചു. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവായിട്ടുള്ള സംഭാഷണത്തിൽ ഈ വചനം ദൈവമാണെന്ന് പ്രഖ്യാപിച്ച് ഇന്നത്തെ 20-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ ആ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ആരംഭിച്ച ആ ചിന്തയിൽ തന്നെ അതിന് കോട്ടം തട്ടാതെ അവസാനിപ്പിക്കുവാൻ സാധിച്ചു എന്നുള്ളത് തോമസിന്റെ ഡിക്ലറേഷൻ, വിശ്വാസത്തിന്റെ പ്രഖ്യാപനം, അതിൽ ചേർത്ത് വെച്ച ഒരു അനുഭവമായിരുന്നു എന്നുള്ളതും ഒരു സത്യമായിരുന്നു എന്നുള്ളതും ഈ സുവിശേഷം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞ് വരുന്നു. തോമസിന്റെ പ്രഖ്യാപനത്തിന് ശേഷം യേശു തോമസിന്റെ ചിന്തയ്ക്ക് അപ്പുറമായി മുമ്പോട്ട് സഞ്ചരിച്ചു. യേശു പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. പ്രിയമുള്ളവരെ, 3 തരത്തിലുള്ള വിശ്വാസമുണ്ട്. അത് ഒന്നാമത്തെ വിശ്വാസം എന്ന് പറയുന്നത് ആരംഭ വിശ്വാസം. There are 3 types of faith. ആരംഭ വിശ്വാസം. ഈ ആരംഭ വിശ്വാസം സംഭവിക്കുന്നത് അടയാളങ്ങളിലൂടെയാണ്, അത്ഭുതങ്ങളിലൂടെയാണ്. ഈ വിശ്വാസത്തിൽ വിശ്വാസികൾക്ക് വളർച്ചയുണ്ടാകാം, ചിലപ്പോൾ തളർച്ചയും ഉണ്ടാകാം. യോഹന്നാന്റെ സുവിശേഷം തന്നെ പറയുന്നു, 2-ാം അധ്യായം 11-ാം വാക്യം, യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനായിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. ഇത് ആരംഭ വിശ്വാസമാണ്. വിശ്വസിച്ച എല്ലാ ശിഷ്യന്മാരും നിന്നില്ലല്ലോ. യൂദ യേശുക്രിസ്തുവിനെ ചുംബനത്തിൽ ഒറ്റിക്കൊടുത്തിട്ട് സ്ഥലം വിട്ടല്ലോ. ഒരാരംഭ വിശ്വാസം ഉണ്ടായി. പക്ഷെ ആ വിശ്വാസം യൂദയ്ക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. നമ്മിൽ പലരും ഇതുപോലെയാണ്. 2-ാമത്തെ വിശ്വാസം എന്ന് പറയുന്നത് കണ്ട് വിശ്വസിക്കുക. ഇതാണ് അപ്പോസ്തലന്മാരുടെ വിശ്വാസം. 1 യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങൾ തൊട്ടതുമായ ജീവന്റെ വചനം, which we have heard, which we have seen with our own eyes and have touched with our hands, concerning the word of life. ഇത് അപ്പോസ്തലന്മാരുടെ വിശ്വാസമാണ്. കണ്ട് വിശ്വസിക്കുക. പൗലോസും പറയുന്നു, ഒടുവിൽ അകാലപ്രജ പോലെയുള്ള എനിക്ക് പ്രത്യക്ഷനായി. സാധു സുന്ദര സിംഗ്, അദ്ദേഹം യേശുക്രിസ്തുവിന്റെ ദർശനം, യേശുക്രിസ്തുവിനെ കണ്ടു, നേരിട്ട് കണ്ട് വിശ്വസിച്ച ഒരു വ്യക്തിത്വമാണെന്ന് അദ്ദേഹത്തിന്റെ സാക്ഷ്യത്തിൽ വെളിപ്പെടുത്തി. അപ്പൊ 2-ാമത്തെ വിശ്വാസം
കണ്ടു വിശ്വസിക്കുക. മൂന്നാമത്തെ വിശ്വാസം കാണാതെയുള്ള വിശ്വാസം. നമ്മൾ കാണാതെ വിശ്വസിക്കുന്നവരാണ്. ശിഷ്യന്മാർ പറഞ്ഞത്, വേദത്തിൽ എഴുതിയിരിക്കുന്നത്, വായിക്കുന്നത്, ഇങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മനസ്സുകളിൽ സ്ഥിരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നു. റോമർക്ക് ലേഖനം 10-ാം അധ്യായം 17-ാം വാക്യം വായിക്കുന്നു, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. വചനം കേൾക്കുന്നത് കൊണ്ട് നാം വിശ്വസിക്കുന്നു. സഭയിലെ പ്രസംഗത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ പ്രസംഗം കേൾക്കുന്നതിലൂടെ ചിലരുടെ ഉള്ളിലെങ്കിലും വിശ്വാസം വർദ്ധിച്ചു വരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. നമുക്ക് തോമസ് എന്ന അപ്പോസ്തലനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയാം. വിശ്വാസ സംബന്ധമായ നമ്മുടെ തെറ്റിദ്ധാരണകൾ അദ്ദേഹം മാറ്റി. ലോകത്തിലെ പല ബുദ്ധിജീവികളുടെയും തെറ്റിദ്ധാരണ, ബുദ്ധി ഉണ്ടെന്ന് അഭിമാനിക്കുന്ന വ്യക്തികളുടെയും തെറ്റിദ്ധാരണകൾ അദ്ദേഹം മാറ്റി. യാഥാർത്ഥ്യം മനസ്സിലായപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളത്. നമുക്കും പറയാം, തോമസിനോട് ചേർന്ന് ഏറ്റവും മഹനീയമായ ഒരു വിശ്വാസ പ്രഖ്യാപനം, എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളത്. പ്രാർത്ഥിക്കാൻ. കർത്താവേ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു, അങ്ങ് വീണ്ടും പ്രവർത്തിക്കണമേ. അവിടുത്തെ വചനം തങ്ങിയിരിക്കാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വീണ്ടും വീണ്ടും ചിന്തകളെ വളർത്തണമേ, തെറ്റിദ്ധാരണകളെ മാറ്റിത്തരണമേ. കുറവില്ലാത്ത മനുഷ്യരാരുമില്ല. എന്നാലും ഞങ്ങളുടെ കുറവുകളെ മാറ്റി വിശ്വാസത്തിൽ ഞങ്ങളെ ചേർത്തണയ്ക്കുന്ന വലിയ കൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു. അങ്ങ് മരിച്ച ദൈവമല്ല, ഉയർത്തെഴുന്നേറ്റ് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. എല്ലാ വിശ്വാസികളെയും എല്ലാവരെയും ആസ്വദിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചവരിൽ നിന്നും പിന്നെ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മനുഷ്യരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും വിശുദ്ധ സംസ്കൃതത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ.
ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശദീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ട സ്വർഗത്തെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, കടക്കാരോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ പാവങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷകർത്താസാലോട് ചിന്തിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഇന്നലെ വേളയും ക്രിസ്തയേശുവിൽ കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രൻ പരിശുദ്ധാത്മാവുമായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ഇടയിൽ ഉണ്ടായി നാം എല്ലാവരും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.